ആഗമനകാലം 1 ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1, 5 തുടങ്ങി 25 വരെ. ഇതെന്താ ഇതിങ്ങനെ? നമ്മുടെ ആരാധനാക്രമമനുസരിച്ച്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ചൈതന്യമനുസരിച്ച് പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് ഇന്ന്. മാസങ്ങളായിട്ടല്ല വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഈ വർഷത്തെ, കാലങ്ങളായിട്ടാണ് ഈ വർഷത്തെ വിഭജിച്ചിരിക്കുന്നത്. 11 കാലങ്ങളാണ് ഈ വർഷത്തിനുള്ളത്, ആരാധനാക്രമ വത്സരത്തിന്. ഈ 11 കാലങ്ങളിൽ ആദ്യത്തെ കാലമാണ് ഇന്ന് നാം ആരംഭിക്കുന്ന ആഗമനകാലം. ഈ ആഗമനകാലത്തിൽ 4 ആഴ്ചകളായിട്ടാണ് നാം യേശുവിന്റെ ജനനത്തിന് മുമ്പ് ഒരുക്കത്തിനായിട്ട് നീക്കിവെക്കുന്നത്. സഭയുടെ മക്കളെ ഒരുക്കുന്നതിനും തനതായ രീതിയിൽ ഒരുങ്ങുന്നതിനും വേണ്ടി സുവിശേഷത്തിലെ 4 സംഭവങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കാനിടവരിക. ഒന്നാമത്തെ ആഴ്ച ഇന്ന് നാം വായിച്ചു കേട്ടത് യോഹന്നാൻ മാംദാനിയുടെ ജനനത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ്. ഇതേ സംബന്ധിച്ചുള്ള എന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു ചിന്ത ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധിക്കുന്ന വിധത്തിൽ ഉത്തമ കത്തോലിക്ക ജീവിതം കഴിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന വല്ല രോഗമോ ആപത്തോ മറ്റു പ്രതിസന്ധികളോ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ ഇങ്ങനെ വിലപിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ദൈവം ഇങ്ങനെ എന്നോട് പ്രവർത്തിച്ചത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ എനിക്ക് സംഭവിച്ചത്? ഞാൻ സാധാരണ രീതിയിൽ ദേവാലയത്തിൽ ബലിക്ക് വരികയും തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയല്ലേ. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്തുകൊണ്ടാ ദൈവം ഇങ്ങനെ എന്നോട് പ്രവർത്തിച്ചത്? എന്ത് തെറ്റ് ഞാൻ ചെയ്തു? ഇങ്ങനെ വിലപിക്കുന്ന സാധാരണ ഉത്തമ കത്തോലിക്ക ജീവിതം നയിക്കുന്ന ആളുകള് നമ്മൾ പലരുമുണ്ട്. ഞാൻ സാധാരണ ഞായറാഴ്ചകളിലൊക്കെ കുർബാന മുടക്കാറില്ല. കുർബാന മുടക്കാതെ ജോലിയിൽ പ്രവേശിച്ച് ജോലി വിജയിക്കാൻ സാധിക്കുന്നില്ല. മീൻപിടുത്താൻ എന്റെ തൊഴില്. ഞാൻ ഞായറാഴ്ച ദിവ്യബലി കണ്ടതിന് ശേഷമാണ് ഞാൻ കടയിൽ പോകുന്നത്. ഒരു പൊട്ടുപോലും കിട്ടാതെ തിരിച്ചു വരുന്നു. ഇതെന്താ ഇങ്ങനെ? എന്താ ദൈവം എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഇങ്ങനെ വിലപിക്കുന്ന ഒരു ശൈലി നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇതിനുള്ള ദൈവം നൽകുന്ന ഒരു ഉത്തരമല്ലേ ഇന്നത്തെ സുവിശേഷം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഉത്തരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ സുവിശേഷത്തില് ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. സഖറിയാസ് എന്നാണ് കുടുംബനാഥന്റെ പേര്. കുടുംബിനി എലിസബത്ത്. സാധാരണ രീതിയിൽ നല്ല ഉത്തമ കത്തോലിക്ക ജീവിതം എന്ന് വെച്ചാൽ ഉത്തമമായിട്ടുള്ള ധാർമ്മിക ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ പോലും വളരെ പ്രസാദപ്പെട്ട ജീവിതം നയിച്ച ആളുകള്. മനുഷ്യരുടെ ഇടയിൽ നല്ല മതിപ്പ് അവർക്ക്. സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ട് അവർക്ക് ജീവിക്കാൻ. നല്ലൊരു ജീവിതം നയിക്കുന്ന ദമ്പതികള്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയൊന്നുമില്ല, ശണ്ട കൂടുന്നില്ല, മദ്യത്തിന് അടിമപ്പെട്ട് ഒരു തരത്തിലും അവർ ഭിന്നിപ്പില്ല. സമാധാനത്തോടും സന്തുഷ്ടിയോടും കൂടി അവർ ജീവിക്കുന്നു. ഭർത്താവ് പുരോഹിതൻ, ഭാര്യ വലിയ ഒരു തറവാടുകാരുത്തി, ഉന്നത കുലജാത. എല്ലാവർക്കും മതിപ്പാണ്. അവർ ജീവിച്ചങ്ങനെ പോകുന്നു, വാർദ്ധക്യമായി. പക്ഷെ അവർക്ക് വലിയൊരു ദുഃഖം ദൈവം നൽകിയിരിക്കുക. ദുഃഖം ഇതാണ്, അവർക്കൊരു കുഞ്ഞുകാട് കാണാൻ സാധിച്ചിട്ടില്ല, അവർക്ക് മക്കളില്ല. ഇത് വലിയൊരു ദുഃഖമാണ്. ആ ദുഃഖത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ശണ്ട കൂടുന്നില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരാതിപ്പെടുന്നില്ല.
അവർ സമാധാനത്തോടു കൂടെ ഈ ദുഃഖം ഉള്ളിലൊതുക്കി ആ ദുഃഖത്തിൻ്റെതായിട്ടുള്ള വൈകാരിക ഭാവങ്ങളെ ദൈവത്തിനെ അറിയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നീങ്ങുന്നു, ശാന്തമായിട്ട് തന്നെ നീങ്ങുന്നു. ഇതേ രീതിയിൽ വിലപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതെന്താ ദൈവം ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? അന്നത്തെ കാലത്ത് മക്കളില്ലാതിരിക്കുന്നത് ദൈവത്തിന്റെ ശാപം പോലുമാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഈ ദമ്പതികൾ ജീവിച്ച്. എന്നിട്ടും അങ്ങനെ അനുഭവിക്കാനിടവന്നപ്പോ ഇവര് ദൈവത്തിന്റെ മുമ്പില് അങ്ങനെ വിലപിക്കുന്നതായിട്ട് കാണുന്നില്ല. ദുഃഖമുണ്ട്, അവര് പ്രാർത്ഥിച്ചിരുന്നു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ ദുഃഖം ദൈവത്തോടെ അറിയിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു സന്തോഷമായിട്ട്. ആകാശത്ത് ഉദിച്ചുയരുന്ന ചന്ദ്രൻ അങ്ങനെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. നല്ല കാഴ്ചയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വർണ്ണത്തളികമാതിരി തിളങ്ങി നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോ അതിൽ ചില കറുത്ത പാടുകള്. ഇതെന്താ ഇങ്ങനെ? കവികളും കലാകാരന്മാരും പറയും, അതല്ലേ ചന്ദ്രന് സൗന്ദര്യം കൊടുക്കുന്നത്. ആ കറുത്ത പാടാണ് ചന്ദ്രനെ സൗന്ദര്യവതിയാക്കുന്നത്. വെളുവെളുത്തൊരു സ്ത്രീ, നെറ്റിയിൽ കറുകറുത്തൊരു പൊട്ട്. ഇതെന്താ ഇതിങ്ങനെ? അതല്ലേ സൗന്ദര്യം. കറുകറുത്തൊരു മനുഷ്യൻ, വെളുത്ത ഡ്രസ്. ഇതെന്താ ഇങ്ങനെ? അതല്ലേ സൗന്ദര്യത്തിന്റെ അടയാളം. വെളുത്ത ആള് കറുത്ത ഡ്രസ് ഇടുക, കറുത്ത ആള് വെളുത്ത വസ്ത്രം ധരിക്കുക. പായസം ഒന്നാം തരം അടപ്രഥമൻ. അത് കൂടുതൽ കഴിക്കാൻ അല്പം കയ്പോ പുളിയോ ഒക്കെയുള്ള തൊട്ടു നോക്കുന്നു. ഇതെന്താ അതിങ്ങനെ? അതല്ലേ അതിന്റെ രീതി. പ്രകൃതിയിൽ കാണുന്ന ചില സംഭവങ്ങള്, ചില രീതികള് ഇങ്ങനെയൊക്കെയാ. ഇതെന്താ ഇങ്ങനെ എന്ന് നമ്മൾ വിലപിക്കുന്നില്ല. പ്രകൃതിനാഥനും ഏതാണ്ട് ഈ പ്രകൃതിയിൽ പോലെ ഇണങ്ങുന്ന രീതിയിലല്ലേ പെരുമാറുന്നതെന്ന് തോന്നിപ്പോവുക. എല്ലാ സുഖ സൗകര്യങ്ങളും വ്യക്തികൾക്ക് ഒരുക്കുന്നു, എല്ലാ തരത്തിലും. പണത്തിന് പണം, ജോലിക്ക് ജോലി, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ദുഃഖങ്ങള്. അതെന്താ ഇങ്ങനെ? അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുടുംബനാഥനും കുടുംബനാഥയ്ക്കും സാധിച്ചു. നമുക്കും സാധിക്കേണ്ടേ? ഇതാണ് ഇന്നത്തെ ചിന്ത നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് കഴിയുന്നത് ലഭിക്കുന്ന സാഹചര്യങ്ങള് നമുക്ക് വിനിയോഗിക്കുക, അതിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുക, അതിൽ സന്തോഷവും സന്തുഷ്ടിയും കണ്ടെത്താൻ സാധിക്കുക, തിരുത്താൻ സാധിക്കുന്ന കാര്യങ്ങളിൽ തിരുത്താൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാറ്റാനുള്ള പരിശ്രമം ഉണ്ടാകുക, എന്നിട്ടും മാറാത്തത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതങ്ങനെയാ എന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങേണ്ടതല്ലേ എന്നൊരു ചിന്ത ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നീങ്ങുമ്പോ ദൈവം കൂടുതൽ പ്രസാദിക്കുന്നതായിട്ട് കാണാം. അവർക്കൊരു ആൺകുഞ്ഞിനെ കൊടുക്കുന്നു. അതെങ്ങനെയുള്ള ആൺകുഞ്ഞ്? യഥാർത്ഥത്തിൽ ഇതുപോലൊരു മനുഷ്യൻ ഈ ചരിത്രത്തിൽ ഈ മണ്ണിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉടയതമ്പുരാൻ തന്നെ സാക്ഷ്യപ്പെടുത്തത്തക്ക വിധത്തിലുള്ളൊരു ആൺകുഞ്ഞ്, യോഹന്നാൻ മാംദാന. ഇവൻ ആരായിത്തീരുമെന്ന് സമൂഹത്തിലെ എല്ലാവരും പറയത്തക്ക വിധത്തിലുള്ളൊരു മുട്ടുമുട്ടുക്കാൻ കുട്ടിയെ കൊടുക്കുന്നു. ഇതാ തമ്പുരാന്റെ വഴികള്. തമ്പുരാന്റെ വഴികള് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു ഒരുക്കം ഉണ്ടാകണം. ഇതാണ് ഈ ആഗമനകാലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, തമ്പുരാൻ കൊണ്ടുവരുന്ന പദ്ധതികള്. അത് മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ഉണ്ടാകണം നമുക്ക്. എല്ലാം വിലാപം പറഞ്ഞ്, എല്ലാം പരാതി പറഞ്ഞ് നമുക്ക് സമാധാനക്കേടുണ്ടാക്കിയത് കൊണ്ട് ആ കേസ് എടുക്കാൻ കോടതിയില്ല. വളരെ ലോകത്തിൽ തന്നെ പ്രസിദ്ധനായിട്ടുള്ള
ഒരു കളിക്കാരനായിരുന്നു ആർത്തർ ആഷെ. അദ്ദേഹം ടെന്നീസ് താരമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ കളിക്കാരിൽ ഒരുവനാണ് ആർത്തർ ആഷെ. അമേരിക്കൻ കളിക്കാരനാണ്. വിംബിൾട്ടൺ ടെന്നീസിൽ കിരീടമണിഞ്ഞവനാണ് ആർത്തർ ആഷെ. ലോകത്തിലെ അദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെയേറെ, ഇനി ഇതിലും കൂടുതൽ പ്രശസ്തി കിട്ടാനുള്ള ഒരു വ്യക്തിക്ക് എന്ന നിലയിലായിരിക്കുന്ന അവസരത്തിലാണ്, കളിക്കളം നിറഞ്ഞു നിൽക്കുന്ന അവസരത്തില് അദ്ദേഹത്തിന് ഒരു വിമിഷ്ടം, ഒരു ദേഹാസ്വാസ്ഥ്യം. അദ്ദേഹം ഒരു ഡോക്ടറെ സമീപിക്കുകയാണ്. ഡോക്ടറെ പരിശോധന നടത്തുന്നു. വീണ്ടും പരിശോധിക്കുന്നു, സ്ഥിരീകരിക്കുന്നു ആർത്തർ ആഷയ്ക്ക് എയ്ഡ്സ് ആണ് രോഗം. ഇന്ന് എല്ലാവരും ഭയപ്പെടുന്ന എയ്ഡ്സ് രോഗബാധിതനാണ് ആർത്തർ ആഷെ. എല്ലാവരും ആരാധിച്ചിരുന്ന ആർത്തർ ആഷയ്ക്ക് എയ്ഡ്സ് ആണ് എന്ന വാർത്ത ലോകത്തിൽ പറഞ്ഞപ്പോ പലരും നെറ്റി ചുളിച്ചു. ഇതെന്താ ഇങ്ങനെ? ആർത്തർ ആഷെ ഉത്തമമായിട്ടുള്ളൊരു ദൈവവിശ്വാസിയാണ്. എയ്ഡ്സ് എന്ന് പറയുമ്പോ തെറ്റായിട്ടുള്ള ജീവിതത്തിന്റെ, വഴിപിഴച്ച ജീവിതത്തിന്റെ ഒരു സംഭാവനയാണ് എന്നാണ് ആളുകൾ ആദ്യം കരുതുക. അദ്ദേഹം നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിച്ച മനുഷ്യൻ, ദൈവവിശ്വാസി, ഉത്തമമായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ. ഇതെന്താ ഇങ്ങനെ? പലരും പിൻവാങ്ങി, ചിലർ സഹതാപം പ്രകടിപ്പിക്കാൻ തുടങ്ങി ആർത്തർ ആഷയോട്. താങ്കൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. ആർത്തർ ആഷെ അങ്ങനെയല്ല അതിനെപ്പറ്റി ചിന്തിച്ചത്. ആർത്തയ്ക്ക് തീർച്ചയായിട്ടും ദുഃഖമുള്ളിൽ കാണും, മനസ്സിൽ വിങ്ങിപ്പൊട്ടിയിട്ടുണ്ടാകണം. കളിക്കളം നിറഞ്ഞു നിൽക്കുകയാണ്. ലോകത്തിന്റെ മനസാക്ഷിയിലെ ആരാധനാ വിഷയമായിട്ട് നിൽക്കുന്ന ആർത്തർ ആഷയ്ക്കാണ് ആ അവസരത്തിൽ എയ്ഡ്സ് ആണെന്നുള്ള വിവരം ഉണ്ടാകുന്നത്. സാധാരണ ജീവിതത്തിൽ മനുഷ്യർ തകർന്ന് തരിപ്പണമാകുന്ന നിമിഷം ആർത്തർ ആഷ ഇങ്ങനെയാണ് ചിന്തിച്ചത്. എന്തുകൊണ്ട് എനിക്ക് ഇത്രയേറെ എന്റെ കളിയിൽ വിജയിക്കാൻ സാധിച്ചു? ഇങ്ങനെ വിജയിക്കാൻ എനിക്ക് എന്തുകൊണ്ട് ദൈവം അവസരം നൽകി? എന്തുകൊണ്ട് ഞാൻ ഇത്രയേറെ പ്രശസ്തനായി? എന്തുകൊണ്ട് വളരെ ശാന്തസുന്ദരമായിട്ട് ചിന്തിക്കുകയും എന്നോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ എനിക്ക് ഭാര്യയായിട്ട് തമ്പുരാൻ ഒരുക്കി തന്നു? എന്തുകൊണ്ടൊരു മിടുമിടുക്കനായിട്ടുള്ള ഒരു മകനെ എനിക്ക് ദൈവം തന്നു? എന്തുകൊണ്ട് എനിക്ക് ഇത്രയേറെ ധനവും പ്രശസ്തിയും തമ്പുരാൻ തന്നു? എന്തുകൊണ്ട് എന്നെ തമ്പുരാൻ ഇത്ര കണ്ട് അനുഗ്രഹിച്ചു? ഈ രീതിയിലാണ് ആർത്തയെ ചിന്തിച്ചത്. എന്തുകൊണ്ട് എനിക്ക് എയ്ഡ്സ് രോഗം തന്നു എന്നല്ല ആർത്തയെ വിലപിച്ചത്. എന്തുകൊണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ വെച്ചു നീട്ടി? ആ ദൈവത്തെ ഞാൻ വണങ്ങേണ്ടതല്ലേ? ആ ദൈവത്തെ ഞാൻ സ്തുതിക്കേണ്ടതല്ലേ എന്നൊരു ചിന്തയാണ് ആർത്തറിന് പോയത്. എങ്ങനെയാ ആർത്തറിന് എയ്ഡ്സ് വന്നതെന്ന് നിങ്ങൾക്കറിയണമോ? അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഒരു ദിവസം കളിക്കളത്തിൽ വീണു, പരിക്കേറ്റു. കാലിന് വലിയൊരു മുറിവുണ്ടായി. ആ പരിക്ക് പരിഹരിക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം പ്രവേശിക്കപ്പെട്ടു. ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന അവസരത്തില് രക്തം അദ്ദേഹത്തിന് കുത്തിവെക്കേണ്ടി വന്നു, കൊടുക്കേണ്ടി വന്നു. ആ രക്തദാനത്തിൽ കൂടെ കടന്നുകൂടിയതാണ് എയ്ഡ്സ് എന്ന മാരക രോഗത്തിന്റെ അണുക്കള്. അദ്ദേഹം വഴിപെട്ട ജീവിതത്തിൽ നിന്ന് കിട്ടിയതല്ല. ഇങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത ഇങ്ങനെയാ പോകുന്നത്. ദൈവം എനിക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു, അതെന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ എനിക്ക് തന്നിട്ടുള്ള ഈ രോഗത്തെപ്പറ്റി മാത്രം എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം? സന്തോഷത്തോടു കൂടി ആർത്തർ ആഷയെ ജീവിച്ചു. അധികം താമസിക്കുന്നതിന് മുമ്പ് ആർത്തയെ ഈ ലോകത്തോട് വിട പറഞ്ഞു, മരിച്ചു. ആർത്തയുടെ ചിന്ത കണ്ടു. എനിക്ക് തോന്നുന്നു ആക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്, റിയാക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ്. പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രതികരണം അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളോട് നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുക. പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്, ബട്ട് റിയാക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ്.
പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാ, പ്രവർത്തനത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ദുഃഖങ്ങളാകട്ടെ, ആപത്തുകളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അതിനോടുള്ള പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുക. എന്റെ ജീവിതത്തില് ഇങ്ങനൊരു ചിന്തയുണ്ടായി. ഞാനൊരു അച്ഛൻ, ഒരു പുരോഹിതൻ, എനിക്ക് തനിച്ച് ബലിമേലും അർപ്പിക്കാൻ സാധിക്കാത്ത ഈ സ്ഥിതിവിശേഷം എന്തുകൊണ്ട് ദൈവം എനിക്ക് നൽകി? ഞാൻ വഴിവിട്ടൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ചകൾ പോയതല്ലല്ലോ. അങ്ങനൊരു ജീവിതം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ദൈവം എനിക്കത് നൽകി എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു, എന്ന് വിലപിച്ചിരുന്ന കാലം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്ത, ആ വിലാപത്തിന് അർത്ഥമില്ല, ആ വ്യസനത്തിന് അർത്ഥമില്ല. അർത്ഥമുള്ളത് മൈ റിയാക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ്. എന്റെ പ്രതികരണമാണ് അതിനോട് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ പ്രതികരണം, എനിക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങള് സന്തോഷത്തോടുകൂടി നീങ്ങാൻ സാധിക്കുക, ഇതിലാണ് എന്റെ വ്യക്തിത്വത്തെ ഞാൻ കരുപ്പിടിപ്പിക്കേണ്ടത് എന്നൊരു ചിന്തയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആപത്തുകളുണ്ടാകാം, വിപത്തുകളുണ്ടാകാം, മറ്റൊരാളുടെയും മുമ്പിൽ നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ലാത്ത പലതും സംഭവിക്കാം. എന്തുകൊണ്ട് എനിക്കിത് നൽകി എന്ന് പറഞ്ഞിട്ട് വിലപിച്ച് ജീവിതം പാഴാക്കിയിട്ട് കാര്യമില്ല മക്കളെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങള് നല്ലതിനു വേണ്ടി തമ്പുരാൻ ഒരുക്കിയതാണ് എന്നത് ആ ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതത്തിനെ പ്രതികരിക്കാൻ സാധിക്കണം. ഈ പ്രതികരണ ശേഷിയാണ് ഈ ആഗമന കാലത്തിൽ വളർത്തിയെടുക്കേണ്ടത്. ഇതാണ് ഈ കാലഘട്ടത്തിലെ ഈ ഓരോ ഞായറാഴ്ചയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തിരുസഭ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ഇന്നത്തെ ദിവസം ഈ സക്കറിയാസിന്റെയും എലിസബത്തിന്റെയും പ്രതികരണ ശൈലി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അടുത്ത ആഴ്ചകളിലെ മറ്റുള്ളവരുടെ പ്രതികരണ ശൈലി, അതിന്റെ വിശേഷം നമ്മുടെ മുമ്പിൽ അങ്ങനെ അനാവരണം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രതികരണ ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകണം. ഈ വ്യത്യാസമാണ് ക്രിസ്മസിനുള്ള ഒരുക്കമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിലേക്ക് നമുക്ക് കടന്നു വരാൻ വേണ്ടി ശ്രമിക്കാം.